ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങയും ചവ്വരിയും വെച്ചിട്ടുള്ള ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാംഗോയും ചവ്വരിയും വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാനായി ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 വലുതും 1 മീഡിയം സൈസിലുള്ളതുമാണ്. ഇത് കഴുകിയെടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പ്യൂരിയാക്കി എടുക്കണം. പിന്നെ ചവ്വരിയാണ്, ചെറിയ ചവ്വരിയാണിത്. ഇത് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചവ്വരി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ സ്റ്റാർച്ച് പോകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചവ്വരി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചവ്വരിയാണുള്ളത്. മാംഗോ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല മാങ്ങയാണ്, നാരില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണിത്. നാരുള്ള മാങ്ങയാണെങ്കിൽ ഇത് നിങ്ങൾ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ ചവ്വരി ഇവിടെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റൗ മീത ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് ചൂടായി തിളച്ച് വരണം. പിന്നീട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവറും നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുത്ത് ഇത് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് കട്ടിയാകാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര മതിയാകും. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിവിടെ ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ചവ്വരി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ പാലും ചവ്വരിയും ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാംഗോയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഞാനൊരു ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ കുതിർക്കുവാൻ വെച്ചിരുന്നു. അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയൊരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചവ്വരി ടാപ്പിയോക്ക പൗഡറാണല്ലോ, നല്ല ശരീരത്തിന് നല്ലൊരു കൂളിംഗ് തരുന്ന ഒന്നാണിത്. ഈ ഡ്രിങ്ക് നല്ല ടേസ്റ്റോട് കൂടി കുടിക്കുവാനും ഈ ചൂടുകാലത്ത് കുടിക്കുവാനും നല്ലതാണ്. ഇതിവിടെ റെഡിയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാംഗോ സാഗോ ഡ്രിങ്ക് ഇവിടെ ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് മുന്നേ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതാണ് 3 ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനത് 3 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ചിയാ സീഡാണ്. നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. ഞാനിതൊരു 4 ഗ്ലാസ്സിൽ സർവ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ബദാം കട്ട് ചെയ്ത് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന് കൂളിംഗ് തരുന്ന മാംഗോ സാഗോ ഡ്രിങ്ക് നല്ലൊരു ഡ്രിങ്കാണിത്.
എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ, കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.